രാഷ്ട്രീയ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ അവസാനം ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് മമ്മൂക്കയുടെ പേര് സാന്ദ്ര തോമസ് ഒരു കാര്യവുമില്ലാതെ വലിച്ചഴച്ചു. സോഷ്യൽ മീഡിയയിൽ മമ്മൂക്ക ഒരുപാട് ട്രോള് ചെയ്യപ്പെട്ടു. മമ്മൂക്കയ്ക്ക് ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ആയി അവസാനം അതെല്ലാം കഴിഞ്ഞ് ദിവസങ്ങളായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പം സ്വാഭാവികമായിട്ടും മമ്മൂക്കയ്ക്ക് വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ആൾക്കാരുണ്ടായി, യൂട്യൂബേഴ്സ് ഉണ്ടായി, സോഷ്യൽ മീഡിയയിൽ മറ്റുള്ള ആൾക്കാരുണ്ടായി. റനീഷൻ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരു നിർമ്മാതാവും വേഫെയറർ ടീമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളും ആയിട്ടുള്ള റനീഷൻ അബ്ദുൽ ഖാദറിനെ പോലുള്ള ആൾക്കാർ ഒരു 7 ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള ചോദിച്ചുകൊണ്ട് മുന്നോട്ടെത്തി. ഇന്ന് ഇപ്പോൾ ഏതാണ്ട് ലിറ്റിൽ സ്റ്റീഫനും ഈ പറഞ്ഞ കണക്ക് ഇന്നലെയും ഇന്നുമായിട്ട് മമ്മൂക്കയുടെ പേര് വലിച്ചഴിച്ചതിനെ കുറിച്ച് സംസാരിച്ചു. ഇപ്പോൾ സാന്ദ്ര തോമസിൻ്റെ ഒരു അഭിമുഖം കാണാനായി റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകൾക്ക് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പ്രൊഡ്യൂസ് അസോസിയേഷനുമായിട്ട് നിലവിലുള്ള വിഷയം, അതായത് സാന്ദ്ര തോമസിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വിലക്കിനെ തുടർന്ന് അവർ കോടതിയെ സമീപിക്കുമെന്ന് പറഞ്ഞ സമയത്തല്ല മമ്മൂക്ക ഫോൺ ചെയ്തത്, മമ്മൂക്ക വിളിച്ചത്. അതിനുമൊക്കെ വളരെ മുമ്പ് തന്നെ ഇവരുടെ പരാതിയിന്മേൽ പ്രൊഡ്യൂസ് അസോസിയേഷനിൽപ്പെട്ട 3-4 പേർക്ക് ഇവരെ SIT ഒരു കുറ്റപത്രം സമർപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് കേസുമായിട്ട് മുന്നോട്ട് പോകണോ എന്നാണ് മമ്മൂക്ക അന്വേഷിച്ചതെന്നും അത്തരത്തിലുള്ള അന്വേഷണങ്ങളുടെ പുറത്ത് സാന്ദ്ര തോമസ് അവരുടെ സ്ത്രീത്വത്തിനുണ്ടായ വിഷമങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പം അത് ബോധ്യപ്പെട്ട മമ്മൂക്ക എന്നാൽ സാന്ദ്രയുടെ ഇഷ്ടം പോലെ സാന്ദ്ര മുന്നോട്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞെന്നൊക്കെ ഇന്ന് സാന്ദ്ര പറയുന്നു. ആ കൂട്ടത്തിൽ സാന്ദ്ര തോമസ് പറയുന്നത് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ സൈബർ അറ്റാക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നവർ പറയുന്നു. അതോടൊപ്പം ലിറ്റിൽ സ്റ്റീഫനാണ് മമ്മൂക്കയുടെ പേര് സോഷ്യൽ മീഡിയയിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് വലിച്ചഴിച്ചു എന്ന് പറയുന്നത്. ഈ രണ്ട് ഒരു കാര്യങ്ങൾ, അതായത് ആരെങ്കിലും ഇപ്പം ഒരു സ്ത്രീക്ക് ആരെ എന്ത് വേണമെങ്കിലും പറയാം, പ്രശ്നമില്ല. അത് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ സൈബർ അറ്റാക്ക് നടക്കുന്നു, സ്ത്രീത്വത്തിന് ഉണ്ടാകുന്ന വിഷമങ്ങളെന്ന് പറയുന്നു. ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ, പുതിയ വാക്കുകൾ ഒക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ ചുരുക്കത്തിൽ ഒരു സ്ത്രീക്ക് എന്ത് വേണമെങ്കിലും ആരെ വേണമെങ്കിലും പറയാം, അതൊന്നും ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. ആരെങ്കിലും ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സൈബർ അറ്റാക്ക് പോലുള്ള കാര്യങ്ങളെന്ന് പറയുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ കണ്ടുവരുന്നത്. പിന്നെ ലിറ്റിൽ സ്റ്റീഫനാണ് ഈ മമ്മൂക്കയുടെ പേര് സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചഴിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് വലിച്ചഴിച്ചതെന്ന് പറയുന്നത്. എന്തിനാണ് ഈ പച്ചക്കള്ളം ഇങ്ങനെ വന്നത് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് സാന്ദ്ര തോമസ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാന്ദ്ര തോമസ് ഒരു വിവാദം തുടങ്ങി വെക്കുകയും സാന്ദ്ര തോമസിൻ്റെ നിശബ്ദതയായിട്ടിരിക്കുകയും ചെയ്തപ്പോഴാണ് ഇത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഇവിടെ സൃഷ്ടിച്ചത്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഓരോരുത്തർ ചോദ്യങ്ങളായിട്ട് എത്തിയപ്പോഴത്തേക്ക് സാന്ദ്ര തോമസിന്, എനിക്ക് തോന്നുന്നു ഇന്നലെ ആരോ സാന്ദ്ര തോമസിൻ്റെ ഏതോ പോസ്റ്റിൻ്റെ താഴെ കൊണ്ടുവന്ന് മമ്മൂക്ക എന്തിനാണ് വലിച്ചഴിച്ചതെന്ന് ചോദിച്ചപ്പോൾ സാന്ദ്ര തോമസ് അതിനകത്തൊരു മറുപടി കൊടുത്തതായിട്ട് പറയുന്നത് മമ്മൂക്ക വലിച്ചഴിച്ചതല്ല, മമ്മൂക്ക അതിലേക്ക് വന്നു ചേർന്നതാണ് അല്ലെങ്കിൽ മമ്മൂക്ക അതിലേക്ക് കയറി വന്നതാണെന്നുള്ള രീതിയിൽ അവർ മറുപടി കൊടുത്തു എന്നൊക്കെ പറയുന്നത്. അപ്പം ലിറ്റിൽ സ്റ്റീഫൻ അതൊക്കെ എത്രയോ കഴിഞ്ഞിട്ടാണ് മമ്മൂക്കയെ എത്ര വിവാദങ്ങളിലേക്ക് വലിച്ചഴിച്ചതിനെ ലിറ്റിൽ സ്റ്റീഫന്റെ ഭാഗത്തു നിന്നുള്ള വിമർശനങ്ങളാണ് ഉണ്ടായത്. അല്ലാതെ ലിറ്റിൽ സ്റ്റീഫൻ മമ്മൂക്കയുടെ പേര് ഒരിടത്തോട്ടും വലിച്ചഴിച്ചതല്ല. അപ്പോൾ സാന്ദ്ര തോമസിന് ഇപ്പം തുറന്നു പറയേണ്ടി വന്നു. എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞു, കാര്യം എൻ്റെ ആദ്യത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യം ചെയ്ത വീഡിയോയിൽ തന്നെ പറഞ്ഞു, ഈ മമ്മൂക്ക ഫോൺ ചെയ്തു എന്ന് പറയുന്നത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, ഇപ്പോഴല്ല, അത് മുമ്പേ ഉള്ള ഒരു സംഭവമാണെന്ന് തോന്നുന്നു എന്ന് ഞാൻ ആവർത്തിച്ച് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഏതാണ്ട് സാന്ദ്ര തോമസും അത് ശരിവെക്കുകയാണ്. കാര്യം ഈ സമയത്തല്ല മമ്മൂക്ക വിളിച്ചത്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുമല്ല വിളിച്ചത്. ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഈ പ്രൊഡ്യൂസ് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന വരണാധികാരിയായിട്ടുള്ള റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറയുന്ന അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് സാന്ദ്ര തോമസിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടല്ല മമ്മൂക്ക അവരെ വിളിച്ചതും സംസാരിച്ചതും. അതിന് വളരെ 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 മുന്നേ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വാഭാവികമായിട്ട് ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാൽ വിശ്രമത്തിലിരിക്കുന്ന മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക ഇപ്പോൾ ആരെയും വിളിക്കാനോ ഇത്തരത്തിലുള്ളൊരു കാര്യത്തിനകത്ത് ഇടപെടാനോ ശ്രമിക്കത്തുമില്ല. ഇത്തരത്തിലുള്ളൊരു കാര്യത്തിൽ മമ്മൂക്ക ഇപ്പോൾ ഇടപെടാൻ വേണ്ടി മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും മമ്മൂക്കയോട് പറയത്തുമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഒരു 3-4 ഭാഗത്ത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും സാന്ദ്ര തോമസ് പറഞ്ഞപ്പം ഇപ്പോൾ എനിക്ക് തോന്നുന്നു മമ്മൂക്കയെ വിമർശിക്കാനോ അല്ലെങ്കിൽ ട്രോൾ ചെയ്യാനും വേണ്ടി കാത്തിരുന്ന അല്ലെങ്കിൽ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ട് ഈ നിൽക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ വളരെ വിഷമമായി കാണും. ഇനി അവരെന്താ പുതിയ പോയിന്റ് കണ്ടെത്തുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. പിന്നെ സാന്ദ്ര തോമസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ലിറ്റിൽ സ്റ്റീഫനെ നിങ്ങൾ ദയവ് ചെയ്ത് ഈ വിവാദത്തിലേക്ക് വലിച്ചഴിക്കേണ്ട. ലിറ്റിൽ സ്റ്റീഫന് ഇതുമായിട്ട് ബന്ധമില്ല. നിങ്ങളായിട്ട് തുടങ്ങി വെച്ച വിവാദം അല്ലെങ്കിൽ കുറേ ദിവസങ്ങളിൽ മമ്മൂക്കയെ പോലെ സമൂഹത്തിൽ ആദരണീയനായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ബഹുമാനിക്കുന്നത്, ഇപ്പോൾ ചോദിക്കും ആരാണ് ബഹുമാനിക്കുന്നത്, ആരാണ് ആദരിക്കുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനെ ആദരിക്കുകയും അദ്ദേഹത്തിനെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ കണക്ക് ഇപ്പം എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് എഴുതിയിട്ട് ആരാണ് അത്തരത്തിൽ ആദരിക്കുന്നത്, അയാൾ ഒരു മനുഷ്യരല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള കമൻസുകൾ ഉണ്ടാകും.
ഉണ്ടാവും. പക്ഷേ ഞാൻ പറയുക, നിങ്ങൾ ആദരിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ബഹുമാനിക്കുന്നില്ലെങ്കിൽ വേണ്ട, എന്നെപ്പോലുള്ള ആളുകൾ ആ മനുഷ്യനെ ആദരിക്കുന്നുണ്ട്, ആ മനുഷ്യനെ ബഹുമാനിക്കുന്നുണ്ട്. അപ്പോൾ അത്ര എൻ്റെയൊക്കെ മനസ്സിൽ ആദരണീയനും ബഹുമാനീയനുമായിട്ടുള്ള ആ മനുഷ്യനെ ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിന് വിവാദങ്ങളിലേക്ക് വലിച്ചെഴിയുകയും അത് മറ്റൊരു രീതിയിലേക്ക് ചിത്രീകരിച്ചുകൊണ്ട് പോയപ്പം നിശബ്ദത. അവർ തന്നെ ഇന്നത്തെ വീഡിയോയിൽ, റിപ്പോർട്ടറൊക്കെ കൊടുത്തിരിക്കുന്ന വീഡിയോയിൽ അവർ പറയുന്നത് കേട്ട് ഇത് ഇത്ര ഉണ്ടായപ്പോൾ ഞാൻ ഇനി പ്രതികരിക്കേണ്ടെന്ന് വിചാരിച്ചു. അതെന്താ? അവർക്ക് മനസ്സിലായല്ലോ, അവരുമായിട്ട് മമ്മൂക്ക സംസാരിച്ച വിഷയത്തിനെ സംബന്ധിച്ചിടത്തോ ആ സമയത്തിനെ സംബന്ധിച്ചിടത്തോളം കാര്യത്തിലോട്ടല്ല സോഷ്യൽ മീഡിയ മമ്മൂക്കയെ വലിച്ചുകൊണ്ട് പോകുന്നതെന്നും നിലവിലുണ്ടായ ഒരു വിഷയത്തിലേക്കാണ് മമ്മൂക്കയുടെ പേര് സോഷ്യൽ മീഡിയ ഈ സാന്ദ്ര തോമസിന്റെ അഭിപ്രായങ്ങളെ തുടർന്ന് വലിച്ചഴയ്ക്കുന്നതെന്നും അത് മമ്മൂക്കയ്ക്ക് ഒരുപാട് വേദന ഉണ്ടാവുന്നെന്നും ഒക്കെ സാന്ദ്ര തോമസിന് മനസ്സിലായല്ലോ. അപ്പോൾ വിവാദങ്ങൾ തുടങ്ങി വെച്ച സാന്ദ്ര തോമസ് പിന്നെ മൗനം പാലിക്കാമെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തർത്ഥത്തിലാണെന്ന്. ഏതായാലും ഇപ്പോഴെങ്കിലും ഈ വിഷയത്തിനകത്ത് ഒരു ക്ലാരിറ്റി വന്ന് ഇനി ഈ പറഞ്ഞ കണക്ക് സാന്ദ്ര തോമസിൻ്റെ വഴി നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊഡ്യൂസർ അസോസിയേഷനെതിരായിട്ട് അവർക്ക് പോകണോ, അവർക്ക് ഈ പറഞ്ഞ കണക്ക് അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. ആരെങ്കിലും വോട്ട് ചെയ്താൽ അവർക്ക് വിജയിക്കാം, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം പരാജയപ്പെടും എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. പിന്നെ ഈ മമ്മൂക്കയും അല്ലെങ്കിൽ ലിസ്റ്റ് ശിവനെയൊക്കെ നിങ്ങൾ വിടുക, നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ ന്യായമായ കാര്യത്തിന് നടക്കുമ്പം സ്വാഭാവികമായിട്ടും പ്രേക്ഷകരുടെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ജനങ്ങളുടെ എല്ലാം പിന്തുണ നിങ്ങളോടൊപ്പം ഉണ്ടാവും. കാര്യം പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ചില കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടണമെന്ന് ഈ സമൂഹത്തിലുള്ള സിനിമ കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നേരായ മാർഗത്തിൽ പോകേണ്ടതിനെ വഴിതിരിച്ചു വിട്ട് വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പേരെടുക്കാമെന്ന് വിചാരിക്കുന്നിടത്താണ് ഇപ്പം മമ്മൂക്കയെ പോലുള്ള ആൾക്കാരെ. ഇന്നലെ ഒരാൾ അനാവശ്യമായിട്ട് യേശുദാസിൻ്റെ പേര് ഒരു കാര്യവുമില്ലാതെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞതിന് അമേരിക്കയിലെങ്ങാണ്ട് സ്വസ്ഥമായിട്ടിരിക്കുന്ന ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ പേര് വളരെ 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 മോശമായിട്ടുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ എടുത്തിടുന്നുണ്ട്. പിന്നെ അത് ഏണ്ട മാപ്പ് പറഞ്ഞെന്നോ ഒക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് നിങ്ങളാരും മനഃപൂർവ്വം വിവാദങ്ങൾ ഉണ്ടാക്കാതെ ഓരോ വിഷയത്തിനെയും അതിൻ്റേതായിട്ടുള്ള രീതി വിടുക. വിവാദം ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും അതിനെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. സോഷ്യൽ മീഡിയയിലെന്നല്ല, എവിടെയായാലും അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയാൽ അതിനെ ചോദ്യം ചെയ്യണമെന്ന് ചോദിയാൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരെ ന്യായമായിട്ടുള്ള രീതിയിൽ, സഭ്യമായിട്ടുള്ള രീതിയിൽ വിമർശിക്കാനും അതിനെ ചോദ്യം ചെയ്യാനുമുള്ള അവകാശം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഭാഗമായിട്ട് എല്ലാവരും ചോദ്യം ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നു കാട്ടപ്പെടുകയും ചെയ്യും. അതിനകത്ത് യാതൊരുവിധ സംശയങ്ങളുമില്ല. താങ്ക് യു.